മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള പള്ളി എങ്ങനെയായിരുന്നു? ഈത്തപ്പനകളുടെ ഓലകൾ കൊണ്ട് മറച്ച മേൽക്കൂരയുള്ള തറ മുഴുവൻ മണൽ വിരിച്ചിരിക്കുന്ന പള്ളിയായിരുന്നല്ലോ മസ്ജിദുൻ നബവി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ മസ്ജിദുൻ നബവി കുറെ കൂടെ വിശാലമാക്കി എന്ന് മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു ഒരു പുതിയ ഏർപ്പാട് ചെയ്തു. എന്താ ചെയ്തത്? പള്ളി മുഴുവൻ സുഗന്ധം മണക്കുന്ന ഏർപ്പാടുകളുണ്ടായി. പള്ളി മൊത്തം, പള്ളിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ തന്നെ സുഗന്ധം, നല്ല സുഗന്ധമുണ്ടാകുന്ന ഒരവസ്ഥ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായി. വഹുവ അവ്വലു മൻ ഖല്ലഖൽ മസ്ജിദ്, ആദ്യമായി പള്ളിയെ തഖ്ലീഖ് ചെയ്ത്, തഖ്ലീഖ് എന്ന് പറഞ്ഞാൽ അത്തയ്യബഹു ബിത്വീബിൽ ഖലൂഖ്, ഖലൂഖ് എന്ന സുഗന്ധം കൊണ്ട് പള്ളിയെ നിറച്ചത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് ശർഈ വിരുദ്ധമായിരുന്നെങ്കിൽ രണ്ട് ഖലീഫമാരും, തനിക്ക് മുമ്പുള്ള രണ്ട് ഖലീഫമാരും ചെയ്യാത്ത ഒരു കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ അതിനെ ഒരു സഹാബിയും എതിർത്തില്ല. കാരണം അത് ദീനിൽ പെട്ടതാണെന്നത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നബിയോ അതിന്റെ മറ്റ് ഖുലഫാഇ റാഷിദീങ്ങൾ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമായോ ചെയ്യാത്തതാണ് എന്നതിന്റെ പേരിൽ അതിനെ ആരും എതിർത്തില്ല. ഇത് തന്നെയാണ് ശർഈന്റെ നിയമം. അപ്പോൾ ശരീഅത്തിന്റെ പൊതു നിയമങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കാം. പൊതു നിയമങ്ങളുമായി യോജിക്കുന്നുണ്ടെങ്കിൽ അത് സുന്നത്താണ്, യോജിക്കുന്നില്ലെങ്കിലോ, പൊതു നിയമങ്ങളുമായി യോജിക്കുന്നില്ല, പൊതു നിയമങ്ങളുമായി ഏറ്റുമുട്ടുകയാണ് ഈ പുതിയ സമ്പ്രദായമെങ്കിൽ അപ്പോൾ അത് ബിദ്അത്താണ്. ഇത് രണ്ടാമത് നാം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം. ഒന്ന്, പാരമ്പര്യം അനിവാര്യമാണെന്നുള്ളത്. പരമ്പരാഗതമായി കൈമാറി വന്ന ഇൽമാണ് പരിഗണനീയമായ ഇൽമ്, അതാണ് സ്വീകാര്യമായ ഇൽമ് എന്നുള്ളത് ഒന്നാമത്തെ അടിത്തറ. രണ്ടാമത് അടിത്തറയാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള വിശദീകരണം. മൂന്നാമത്, സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂടുതലാകുകയും പല വിഭാഗങ്ങൾ ഉടലെടുക്കുകയും ഓരോരുത്തരും ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നിങ്ങനെ പറഞ്ഞ സ്റ്റേജുകൾ കെട്ടി ഈ മുസ്ലിം ഉമ്മത്തിനെ അവരെ വഴി തെറ്റിക്കുന്ന, അവരുടെ മനസ്സിനെ കലുഷമാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ, അതുണ്ടാകുമെന്ന് നബിതങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഈ ഉമ്മത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരുപാട് ഭിന്നതകൾ കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാതൃക പിൻപറ്റാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച മറ്റൊന്നുണ്ട്, സത്യാസത്യ വിവേചനത്തിന്റെ മാനദണ്ഡം. ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഇതിനെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമായിട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താ? സവാബുൽ അഅ്ലമിനെ പിൻപറ്റുക. ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഏത് രീതിയും ഏത് ശൈലിയും സ്വീകരിച്ചിരിക്കുന്നോ അത് നിങ്ങൾ പിൻപറ്റിയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറയുകയാണ്. അന്നബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ തഫറഖത് ബനൂ ഇസ്രായീല അലാ 71 ഫിർഖ വതഫറഖത് النصارى على 72 ഫിർഖ. യഹൂദികൾ 71ഉം നസറാനികൾ 72ഉം വിഭാഗമായി എങ്കിൽ ഉമ്മത്തി തസീദു അലൈഹിം ഫിർഖ, എൻ്റെ ഉമ്മത്ത് 73ആയി മാറും എന്നിങ്ങനെ പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ ഇല്ല സവാബുൽ അഅ്ലം. ബഹുഭൂരിഭാഗം ഉമ്മത്ത് മുസ്ലിമ, ഈ മുസ്ലിമീങ്ങളിൽ ഭൂരിഭാഗം ഏത് ആശയ ആദർശങ്ങളിലാണോ അത് അംഗീകരിക്കുന്നവരൊഴികെ ബാക്കി മുഴുവൻ നരകത്തിന്റെ അവകാശികളാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുക. അപ്പൊ സത്യാസത്യത്തിന്റെ വിവേചനം, സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള മറ്റൊരു മാനദണ്ഡമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് സവാബുൽ അഅ്ലമിനെ പിൻപറ്റാനാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിപക്ഷത്തെ പിൻപറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് അടിസ്ഥാനം, ഈ ഹദീസ്, ഈ വിഷയം പല ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ.
അപ്പൊ ഈ 3 അടിസ്ഥാന തത്വങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. നബിദിനം, സുന്നത്തും തിരുത്തപ്പെടേണ്ട ധാരണകൾ, ഇതാണല്ലോ നമ്മുടെ വിഷയം. നബിദിനം എന്നുള്ളതല്ല, നബിദിന ആഘോഷം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്നുള്ളത് ഒരു ദിവസം, അതായത് അതിനെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഏതായാലും ഒരു ദിവസം തങ്ങൾ ജനിച്ചല്ലോ. ആ നബി ദിനവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ആഘോഷങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നാം നടത്തി വരുന്ന ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ഇവകളെക്കുറിച്ചുള്ള സത്യാസത്യ വിവേചനം, അതിനെക്കുറിച്ചുള്ള എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം മൗലിദ് എന്താണെന്ന് ചെയ്യണം, ചർച്ച ചെയ്ത് വരണം. എന്താണ് മൗലിദ്? എന്നിട്ട് വേണം നബിദിന സമ്മേളനം അല്ലെങ്കിൽ നബിദിന ആഘോഷം അതുമായി ബന്ധപ്പെട്ടതിലേക്ക് വരാൻ. എന്താണ് മൗലിദ്? മൗലിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥമല്ല ഇപ്പം നമ്മൾ നോക്കുന്നു. ഭാഷാർത്ഥ പ്രകാരം അതിന് മൗലിദ് എന്ന് പറഞ്ഞാൽ ജനനം എന്നും ജനന സമയമെന്നും ജനന സ്ഥലം എന്നൊക്കെ അർത്ഥം. അപ്പൊ നമ്മൾ മൗലിദ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ലല്ലോ, വാക്കിലേക്കല്ല ഇപ്പൊ നമ്മൾ നോക്കുന്നത്, നമ്മൾ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നോക്കാം. മൗലിദ് എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന എന്താ? കുറച്ച് പേര് ചേർന്നിരുന്ന് അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, കുറെ നബിതങ്ങളുടെ മദ്ഹുകളൊക്കെ പാടുന്ന ഒരു സമ്പ്രദായത്തിനാണല്ലോ മൗലിദ് എന്ന് പറയുന്നത്. എന്താണ് മൗലിദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക, തങ്ങളുടെ സ്തുതി ഗീതങ്ങൾ, ഇതാണല്ലോ മൗലിദ്. അത് ഒന്നുകിൽ ഗദ്യരൂപത്തിൽ അല്ലെങ്കിൽ പദ്യരൂപത്തിൽ നബിതങ്ങളെക്കുറിച്ച് കുറേ പുകഴ്ത്തി പറഞ്ഞു. അതെന്താണ്? മൗലിദാണ്. അറബിയിൽ മാത്രമായാലേ മൗലിദാകൂ എന്നില്ല. പിന്നെ മലയാളത്തിൽ നബിതങ്ങളെക്കുറിച്ച് വിവരമില്ലാത്തവരൊക്കെ പുകഴ്ത്തി പറഞ്ഞാൽ അത് ഹദ് കെട്ട് കടന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി എത്തുമെന്നുള്ളതിൻ്റെ പേരിൽ അത് വേണ്ടാന്ന് പറയുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സാധാരണക്കാർക്ക് നബിതങ്ങളെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ അവൻ്റെ അറിവ് വെച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അവസാനം അതെന്ത് ചെയ്യും? ശരീഅത്തിന് പുറത്തു പോകും. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നബിതങ്ങളെക്കുറിച്ച് മലയാളത്തിൽ തന്നെ അതിന് വിവരമുള്ള ഒരാൾ ഇതൊക്കെയാണ് നബിതങ്ങളുടെ സ്ഥാനം ഇന്നതാണ് എന്ന് പറയുന്നത് അത് മൗലിദ് തന്നെയാണ്. അത് മൈക്കിൻ്റെ മുമ്പിൽ പ്രസംഗ രൂപത്തിലായാലും ശരി, പാട്ടിലൂടെ പദ്യത്തിലൂടെ തങ്ങളെ മദ്ഹ് ചെയ്യുക, അതും മൗലിദ് തന്നെയാണ്, ഇതും മൗലിദ് തന്നെയാണ്. ഇതിനെ എതിർക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. നബിയെ പുകഴ്ത്തണ്ട എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പദ്യത്തിലൂടെ പുകഴ്ത്തണ്ട, ഗദ്യത്തിലൂടെ മാത്രം വെറുതെ നബിതങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, എന്ത് ചെയ്യണ്ട, പദ്യം പാടി പാട്ട് പാടി പുകഴ്ത്തരുത് എന്നും ഒരു മുസ്ലിമിന് പറയാൻ കഴിയും. പദ്യ ഗദ്യ രൂപങ്ങളിൽ ഏത് രൂപങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുക അല്ലാഹു തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, ആയത്തിന്റെ ആരംഭം എന്താ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എന്താ അർത്ഥം? നമ്മൾ സാധാരണ എന്താ പറയാ? ഇന്നല്ലാഹ, അല്ലാഹു തആല, വ മലായികതഹു, അവന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബി, നബിയുടെ മേൽ സലാത്തിന് പറഞ്ഞാൽ അള്ളാഹ് അവിടെ ഇരുന്നിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്.